ചായയും കാപ്പിയും ഒരു പൈൽസ് പേഷ്യൻ്റ് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? നോക്കാം. നമ്മുടെ കാപ്പിയിലും ചായയിലും എസ്പെഷ്യലി ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ പോലുള്ള ചായകളിൽ അടങ്ങിയിരിക്കുന്ന കഫെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു ഡയററ്റിക്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇത് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇതോടൊപ്പം തന്നെ നമ്മുടെ വെള്ളം കൂടി വളരെയധികം കുറവാണെന്നുണ്ടെങ്കിൽ ഇത് മലം കട്ടിയാവാനുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കോൺസ്റ്റിപ്പേഷനിലേക്കും പിന്നീട് ഒത്തിരി സ്ട്രെയിൻ ചെയ്തുകൊണ്ട് മോഷൻ പാസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്കും മാറുന്നു. അതുപോലെ അമിതമായിട്ട് ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്സിൽ ഒരു വ്യത്യാസം വരുന്നതായിട്ട് കാണാറുണ്ട്. അതായത് കൂടുതലായിട്ട് ബവൽ മൂവ്മെൻറ്റ്സ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ലൂസ് മോഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് പൈൽസിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് വർദ്ധിക്കാനും കാരണമാകാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണുന്നത് ഇത്തരത്തിൽ അമിതമായിട്ട് ചായയും കാപ്പിയും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരിലാണ്. ഇതേപോലെയുള്ള കാപ്പി, അതേപോലെ ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ ഇതിനൊക്കെ പകരമായിട്ട് നിങ്ങൾക്ക് ഹെർബൽ ടീസ് യൂസ് ചെയ്യാം. അതായത് ജിഞ്ചർ ടീ, മിൻറ്റ് ടീ പോലുള്ള അത്തരത്തിലുള്ള ഹെർബൽ ടീസ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.